അങ്ങനെ ഈ വർഷവും അവസാനിക്കാറായി അല്ലേ? പെട്ടെന്ന് കടന്നുപോയിന്ന് തോന്നുന്നുണ്ടോ? ഒരു നേട്ടവും ഇല്ലാതെ, ഒരു സന്തോഷവും തരാതെ, ഒരുപാട് ദുഃഖവും ഒരുപാട് ബുദ്ധിമുട്ടുകളും തന്നിട്ടാണ് ഈ വർഷം പോയത് എന്ന് തോന്നുന്നുണ്ടോ? എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്യട്ടെ. ഞാനും ചിന്തിച്ച കാര്യമായിരുന്നു ഈ വർഷം ഭയങ്കര മോശമാണെന്ന്. പക്ഷെ ഞാൻ എന്നെ തന്നെ റോങ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ ഞാൻ നിങ്ങളെയും റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാണ്. പക്ഷെ അതിന് നിങ്ങളുടെ സഹായം വേണം കേട്ടോ. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ജേർണലിംഗ് പ്രോംപ്റ്റ്സ് ആണ്. അതായത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ മറുപടി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ വർഷം അടിപൊളിയായിരുന്നു എന്ന്. ഞാനങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അതിലോട്ട് പോയാലോ? പക്ഷെ അതിനു മുമ്പേ ഒരു പുസ്തകവും ഒരു പേനയും എടുക്കണം. എന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ചോദ്യങ്ങളുടെ മറുപടി എഴുതണ്ടേ. ഓഹ്, പുസ്തകവും പേനയോ എന്നാ വേണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ വേണ്ട. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ മറുപടി എന്താണെന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്കും ഇത് കൊള്ളാലോ എന്ന് തോന്നുവാണെങ്കിൽ ഒന്നേന്ന് ഈ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഡീൽ? യെസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഇനി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ഫോണിലെ ഗാലറി എടുക്കുക. ഫോട്ടോസിൻ്റെ ഗാലറിയില്ലേ, അതെടുത്തിട്ട് ഓരോ മാസവും ഈ വർഷത്തിൻ്റെ ഏറ്റവും തുടക്കത്തിലുള്ള ജനുവരി എന്ന മാസം മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ മാസത്തിലെയും ഫോട്ടോസ് കയറി നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഒരു ഫോട്ടോയോ, ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ടോ, ചിലപ്പോൾ ഒരു വീഡിയോയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ആ കാര്യം കാണുമ്പോൾ ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ അത് കൊള്ളാലോ എന്നൊക്കെ തോന്നും. അപ്പോൾ ചെയ്യല്ലേ? റെഡിയല്ലേ? അത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഈ വർഷം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് ആലോചിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോയി. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, വിഷമമുള്ള ഒരു സിറ്റുവേഷനായിരുന്നു. അതൊരിക്കലും ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. ആ ദിവസത്തെപ്പറ്റി ആലോചിച്ച് ഞാൻ പണ്ട് മുതലേ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു, അല്ലാന്നല്ല ഞാൻ പറയണേ. പക്ഷെ അങ്ങനൊരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ഇനി അത് ഏത് മാസമാണ് നടന്നതെന്ന് ആലോചിക്കുക. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഏത് മാസമാണ് സംഭവിച്ചതെന്ന് നോക്കുക. ആ മാസം തന്നെ സംഭവിച്ച വളരെ നല്ല ഒരു കാര്യം ഉണ്ടാവും. അതെന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ലെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാലറി കയറി നോക്കിയാൽ മതി. എൻ്റെ കേസിൽ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നം ആ മാസമാണ് സഫലമായത്. അപ്പോൾ ആ മാസം മോശമായിരുന്നോ? ഈ വർഷം മോശമായിരുന്നോ? അല്ല. എല്ലാത്തിനും ഒരു നല്ലതും ഒരു മോശം ഉണ്ടെന്ന് പറയണ പോലെ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയണ പോലെ, ദൈവം നമുക്ക് നല്ലത് തരുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് മോശം തരുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നല്ലതും കൂടെ തരും. അതെന്താണെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, നമ്മളത് അഡ്മിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കേ. കിട്ടിയോ? അത് അത്ര വലിയ കാര്യമൊന്നും ആവണമെന്നില്ല കേട്ടോ. ഒരു ചെറിയ കാര്യമാവാം. ഇപ്പം നമ്മളോട് ഒരാൾ നന്നായിട്ട് പെരുമാറിയതാവാം, അല്ലെങ്കിൽ നമ്മളൊരാളോട് നല്ലതായിട്ട് പെരുമാറിയതാവാം. ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുന്നതിന് പകരം നമ്മളോട് നന്നായിട്ട് പെരുമാറിയതായിരിക്കാം. അങ്ങനെ പലതും ആകാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു, അതാകാം. അതും അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ക്രോസ് ചെയ്തല്ലോ, ആ ബുദ്ധിമുട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ തരണം ചെയ്തല്ലോ. അതെങ്ങനെ ആയിക്കോട്ടെ, നന്നായിട്ടോ മോശമായിട്ടോ തരണം ചെയ്തല്ലോ. അത് പാസ്റ്റിലാണല്ലോ, അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ തരണം ചെയ്തു എന്നുള്ളതും ഒരു നല്ല കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ
ഒരു നല്ല കാര്യം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ വർഷത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങളൊരു നല്ലത് കണ്ടുപിടിച്ചെങ്കിൽ ഈ വർഷം നല്ലതായില്ലേ? ഈവൻ ഇൻ ടഫ് ടൈംസ് ദർ ഇസ് ലൈറ്റ് ടു ബി ഫൗണ്ട്. അടുത്ത ചോദ്യം, ഈ വർഷത്തിലെ എന്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്ത് മെമ്മറി ആയിരിക്കും നമ്മുടെ ജീവിതകാലം മുഴുവൻ ഒരു നല്ല മെമ്മറി ആയിട്ട് ഓർക്കുക? എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും കേട്ടോ, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി നമ്മുടെ പറമ്പിലോ നമ്മുടെ ഗാർഡനിലോ ഒക്കെ പോയി കുറച്ച് നേരം നിന്നു. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ചിലപ്പോൾ ഒരു രാവിലെ സൂര്യൻ ഉദിക്കുന്നൊക്കെ കണ്ടുകൊണ്ട് ഇച്ചിരി ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റി, കുറച്ച് പീസ്ഫുള്ളായിട്ട്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോയി. എന്തും ആകാം, ചെറിയൊരു കാര്യമായാൽ മതി. പക്ഷെ അത് എന്നും നമുക്കൊരു നല്ല മെമ്മറി ആയിട്ടിരിക്കും, നമ്മുടെ ഓർമ്മയിലിരിക്കും. ഞാൻ ഈ പറഞ്ഞതൊക്കെ എനിക്ക് നല്ല മെമ്മറി ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ചായയും കുടിച്ച് എൻ്റെ സോഫയിലിരുന്നത്, അതെനിക്ക് എന്നും ഒരു നല്ല മെമ്മറി ആയിട്ട് എൻ്റെ മനസ്സിൽ വെക്കാൻ പറ്റും. സോ അങ്ങനത്തെ എന്ത് മെമ്മറിയാണ് നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടായത്? എന്നും ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു മെമ്മറി. പോസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് എഴുതിക്കോ. അടുത്ത ചോദ്യം, ഈ വർഷം നിങ്ങൾ എന്ത് പുതിയ സ്കിൽ അല്ലെങ്കിൽ നോളേജ് അല്ലെങ്കിൽ ഹാബിറ്റാണ് നേടിയത്? സ്കില്ലെന്ന് പറയുമ്പം എന്തും ആകാം കേട്ടോ. ചിലപ്പം നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചു, എന്തും ആകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവാകാം, അല്ലെങ്കിൽ ശരിക്കും ഒരു ഹാബിറ്റാകാം. ഇപ്പം ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ വേണം ഞാൻ പറയാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ഹാബിറ്റാണ്. എന്നാൽ രാവിലെ എങ്ങനെ നേരത്തെ എഴുന്നേക്കാം എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു നോളേജാണ്, ഒരു അറിവാണ്. അപ്പോൾ ഹാബിറ്റും ആകാം, അല്ലെങ്കിൽ ആ ഹാബിറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള അറിവും ആകാം. അങ്ങനത്തെ എന്തറിവാണ് പുതുതായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചത്? ഇപ്പം ഞാൻ വേണേൽ ഒരു എക്സാമ്പിൾ പറയാം. രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ഒരുപാട് നാളായിട്ട് ശ്രമിച്ചു. പക്ഷേ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ എന്ത് ചെയ്യണം, എനിക്ക് പേഴ്സണലി ഞാൻ എന്ത് ചെയ്താൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേക്കും എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചാൽ പിന്നെ ഒന്നും എന്നെ തകർക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയാം ഇന്ന കാരണം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കും, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ ഞാൻ രാവിലെ എഴുന്നേക്കും. ഫോണിൽ ഒത്തിരി നേരം സ്ക്രോൾ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ നോക്കരുത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അലാറം അടിച്ച ഉടനെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവും, പിന്നെ ഉറങ്ങാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റില്ലേ. ഇതുപോലെ പല കാര്യങ്ങളും പല നോളേജും നിങ്ങൾക്ക് ഉണ്ടാവും. എന്താണെന്ന് ആലോചിച്ചിട്ട് ഒന്ന് എഴുതി വെച്ചേ. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അതാണ് നമ്മുടെ മുമ്പോട്ടേക്ക് എപ്പോഴും എന്ത് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും എത്ര മോശം അവസ്ഥയാണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് വരുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് എപ്പോഴും. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി. നമ്മൾ ഈ വർഷം ദൈവത്തിനോടോ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തിനോടുമോ നന്ദി ഒരു താങ്ക്സ് തോന്നുന്ന ഒരു കാര്യം, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം, ഒന്നല്ല 3 കാര്യങ്ങൾ. അതായത് ഈ വർഷം ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഐ ആം സോ താങ്ക്ഫുൾ ടു ഗോഡ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചു, അതുമല്ല നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്തു. ഇതൊന്നും പോട്ടെ, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറയാം. ഐ ആം അലൈവ്, ഞാൻ ജീവനോടെ ഉണ്ട്. താങ്ക് യു. ഒരുപാട് പേർക്ക് പലതും സംഭവിച്ചു ഈ വർഷം, പക്ഷേ ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്. ഐ ആം അലൈവ്. താങ്ക് യു ഗോഡ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കൂ. അതല്ല നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് താങ്ക് യു പറയാം, ആരോട് വേണമെങ്കിലും താങ്ക് യു പറയാം. ഈ വർഷം താങ്ക്ഫുള്ളായിട്ടുള്ള 3 കാര്യങ്ങൾ.
അടുത്തത്, ഞാൻ ഈ വർഷം ആരോടാണ് ക്ഷമിച്ചത്? അതിപ്പോൾ വേറൊരാളോട് തന്നെ ആവണമെന്നില്ല കേട്ടോ, നമ്മളോട് തന്നെ നമുക്ക് ക്ഷമിക്കാം. അതായത് നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ പണ്ട് ചെയ്ത എന്തോ ഒരു തെറ്റ് ആലോചിച്ച് ഇങ്ങനെ നമ്മൾ തന്നെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് സ്വയം ആലോചിക്കുക. എന്നാലും ഞാൻ അത്രയും വലിയൊരു മണ്ടത്തരം ചെയ്തല്ലോ, ഞാൻ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ആവില്ലായിരുന്നു, ഇപ്പം അങ്ങനെ ആവില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ. നമ്മൾ പണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റുകൾ ചെയ്തു എന്നതിനേക്കാൾ വലിയ പ്രശ്നം നമ്മൾ ആ തെറ്റുകൾ ക്ഷമിച്ചില്ല എന്നുള്ളതാണ്. നമ്മളോട് തന്നെ പലപ്പോഴും ക്ഷമിക്കാറില്ല. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തില്ലേ, എങ്ങനെയാണ് ഞാൻ നന്നാവുക, എന്നെ ദൈവനോട് പൊറുക്കൂല. അങ്ങനെയൊക്കെ നമ്മൾ പലതും ചിന്തിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും. ഇനി ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം ക്ഷമിച്ചോളാം. നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്ത പണ്ടത്തെ തെറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ആ തെറ്റ് പിന്നെയും ചെയ്യുക. നമ്മൾ ആ ഇമോഷൻസിലൂടെ, നമ്മൾ ആ ബുദ്ധിമുട്ടുകളിലൂടെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് വൺസ് ആൻഡ് ഫോർ ഓൾ എന്തെങ്കിലും ഒരു തെറ്റിന് നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഇനി നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കാണ് നിങ്ങളോട് ക്ഷമിക്കാൻ പറ്റുക? ഒന്നെങ്കിൽ നിങ്ങൾ, അപ്പോൾ ഈ ചോദ്യത്തിന് രണ്ടുത്തരം വരാം. രണ്ടും ചെയ്യണം നല്ലത് കേട്ടോ. നിങ്ങൾ വേറൊരാളോട് ക്ഷമിച്ചു, അതാരോടാണ്? നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചു, അതെന്തിനാണ്? രണ്ട് ചോദ്യത്തിന് മറുപടി എഴുതിക്കോട്ടോ. ഇപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് ക്ഷമിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ട്. എനിക്ക് എന്ത് ചെയ്തിട്ട് ആളോട് ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം എനിക്കത് ക്ഷമിക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, പഴയതുപോലെ ആകാനും പറ്റി. പഴയതിനേക്കാൾ നല്ലൊരു സൗഹൃദം അയാളുമായിട്ട് ബിൽഡ് ചെയ്യാനും പറ്റി. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അത് ഈ വർഷത്തെ അച്ചീവ്മെൻ്റ് ആയില്ലേ. അടുത്ത ചോദ്യം, ഈ വർഷം ഒന്നും കൂടെ ജീവിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുക. ഈ വർഷം റിവൈൻഡ് ചെയ്ത് പുറകോട്ട് പോയി ജനുവരി മുതൽ നിങ്ങൾ ഒന്നും കൂടെ ജീവിക്കുക. അപ്പോൾ നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വർഷം വ്യത്യസ്തമായി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താ? അതായത് ഈ വർഷം ഓൾറെഡി കഴിഞ്ഞു, പുറകോട്ട് പോയി തിരുത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണ് തിരുത്തുക? എന്ത് കാര്യമാണ് നിങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്ത പോലെ അല്ലാതെ വേറൊരു രീതി ചെയ്തേനെ എന്ന് ചിന്തിക്കുന്നത്? അതൊന്ന് എഴുതി വെച്ചേ. ഇത് എഴുതുമ്പോൾ ചിലപ്പോൾ തോന്നും, അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ എഴുതിയത്. നമ്മളിത് എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു ചാൻസ് കിട്ടിയാൽ നമ്മൾ ഇങ്ങനൊരു മാറ്റം വരുത്തുമെങ്കിൽ ഇനി മുമ്പോട്ടേക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ, ഇപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം തിരുത്താൻ തീരുമാനിച്ചില്ലേ, ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ തീരുമാനിച്ചില്ലേ, ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഒരു കാര്യം സംഭവിക്കുവാണെങ്കിൽ നിങ്ങളത് ഡിഫറെൻ്റായിട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ കരുതുന്ന പോലെ, ഇപ്പം നിങ്ങൾ തിരുത്തിയതുപോലെ ചെയ്യണം. അതായത് നമ്മളൊരു കാര്യം തെറ്റായി ചെയ്തു, അതിൽ നമ്മളൊരു കാര്യം പഠിച്ചു, അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു. ആ ലെസണാണ് ഇപ്പം നിങ്ങൾ എഴുതി വെച്ചേക്കണേ. നിങ്ങൾ ചെയ്യുന്ന ആ തിരുത്തലുണ്ടല്ലോ, അതിന് മുമ്പോട്ടേക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അടുത്തത്, അച്ചീവ്മെൻറ്റ്. ഈ വർഷത്തിൽ എന്ത് നേട്ടമുണ്ടായി? ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചോദ്യം അല്ലേ. ഏറ്റവും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാ, ഈ വർഷത്തിൽ ഒന്നും നേടിയില്ല എന്ന് ഞാൻ കരുതുന്നു, ഈ വർഷം വെറുതെ പോയി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കുവാണ്, നിങ്ങൾ ഈ വർഷം എന്താണ് നേടിയത്? എന്തെങ്കിലും ഒരു ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ വർഷം മോശമാണ് ചിന്തിച്ചത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതൊരു ചലഞ്ചായിരുന്നു. ആ ചലഞ്ച് എങ്ങനെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ആ ചലഞ്ച് രാവിലെ എങ്ങനെ എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതൊരു അച്ചീവ്മെൻ്റാണ്, ശരിയല്ലേ? ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്തു, അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പഠിച്ചു, അതും ഒരു അച്ചീവ്മെൻ്റാണ് അല്ലേ? അങ്ങനെ എന്തോ ആയിക്കോട്ടെ, വളരെ ചെറിയ അച്ചീവ്മെൻറ്റ്സ് മുതൽ വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് വരെ വരാം. ഇതിനൊക്കെ ഒരു ഉത്തരവും അല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് എഴുതിക്കോളാം.
അതിപ്പോൾ ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട, എഴുതിക്കോളാം. ഓക്കെ, അപ്പോൾ ഈ വർഷം മോശമായില്ല, നമുക്കൊരു അച്ചീവ്മെൻ്റ് ഉണ്ട് എന്തായാലും, എഴുതിയിട്ടില്ലേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തില്ലെങ്കിലും ഈ വർഷത്തിലെ 365 ദിവസവും ജീവിച്ചു ഇല്ലേ, ജീവിച്ച് നിങ്ങളിപ്പോൾ ഇവിടെ എത്തി, അതൊരു അച്ചീവ്മെൻ്റ് അല്ലേ. അപ്പോൾ എപ്പോഴും അച്ചീവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലായില്ലേ. അടുത്ത വർഷം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു വർഷത്തിനെ അളക്കാൻ പോകുന്നത്? ഇത്രയും നാൾ എന്തെങ്കിലും നേട്ടം ഉണ്ടായാലേ നമ്മളൊരു വർഷം നല്ലതാണെന്ന് പറയുള്ളായിരുന്നു. ഇനി മുമ്പോട്ടേക്ക് നിങ്ങളോട് പറയാണ്, ഒരു നേട്ടമൊന്നും വേണ്ട, സക്സസ് ഒന്നും ഉണ്ടാവണ്ട. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് ഒരു വർഷം നല്ലതാണെന്ന് പറയാം? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത വർഷം നല്ലതായിരിക്കും. അത് നിങ്ങൾ വലിയ വലിയ ബൗണ്ടറീസ് വെക്കരുത്. ഗോൾ സെറ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് സക്സസ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക അടുത്ത വർഷം. ഇപ്പോൾ നിങ്ങൾക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ എക്സാമ്പിൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ്. രാവിലെ എഴുന്നേക്കാൻ പ്ലാൻ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വർഷം രാവിലെ എഴുന്നേറ്റാലേ 365 ദിവസവും രാവിലെ എഴുന്നേറ്റാലേ അതൊരു സക്സസ്ഫുൾ ഇയർ ആകുള്ളൂ എന്ന് കരുതുന്നതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ, അല്ലെങ്കിൽ 365 ദിവസത്തിൽ മാസത്തിൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ അടുത്ത വർഷം സക്സസ്ഫുള്ളാണ്, അടിപൊളിയാണ് എന്ന് പറയും എന്ന് ചിന്തിക്കുക. അതല്ലെങ്കിൽ ഈ വർഷത്തിൽ ഒറ്റൊരു ദിവസം 365, ഇനി വരാൻ പോകുന്ന വർഷത്തിൽ 365 ദിവസമുണ്ട്, അതിൽ ഒരേ ഒരു ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ അടുത്ത വർഷം അടിപൊളിയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, അത് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വർഷം അടിപൊളിയാവും. ഇനി ഇതിന് വേറെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഇനിയൊരു ഫൺ ക്വസ്റ്റ്യനാണ്. ഈ വർഷം ഒരു സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നമ്മളൊരു സിനിമയാക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ നിങ്ങളുടെ ഈ ജീവിതം സിനിമയാക്കി മാറ്റിക്കഴിയുമ്പോൾ ഉള്ള സിനിമയുടെ പേരെന്തായിരിക്കും? പേരും പോട്ടെ, അതിൻ്റെ ജോണർ എന്തായിരിക്കും? അത് കോമഡി സിനിമയായിരിക്കുമോ, ഡ്രാമയുള്ള സിനിമയായിരിക്കുമോ, അഡ്വെഞ്ചറുള്ള സിനിമയായിരിക്കുമോ, ത്രില്ലറായിരിക്കുമോ, ഫീൽ ഗുഡ് ആയിരിക്കുമോ, ഡോക്യുമെൻ്ററി ആകുമോ, അതോ റോം കോം ആയിരിക്കുമോ? ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് മാറുക, അതാണ് ഡോക്യുമെൻ്ററി. ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ട് മാറുക. എനിക്കിതൊരു ഡോക്യുമെൻ്ററിയാണ്. എൻ്റെ ഈ വർഷം ഒരു ഡോക്യുമെൻ്ററിയാണ്. നിങ്ങളുടെ ഈ വർഷം എന്തായിരിക്കും? കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വർഷം ബുദ്ധിമുട്ടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വർഷം നിങ്ങൾക്ക് പല പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ടാവും. ചിലപ്പം ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നിങ്ങൾ മോശമായിരിക്കാം. അങ്ങനെ നിങ്ങൾ ഈ വർഷം മോശമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച്, ഒരു കാര്യം നിങ്ങൾക്ക് അടുത്ത വർഷം ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ചിലപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ടൈം മാനേജ്മെൻറ്റിന് കൺസൾട്ടേഷൻ നടത്താറുണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൺസൾട്ടേഷനും കൊടുക്കുന്നുണ്ട്. പൈസ എങ്ങനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടത്താം, എങ്ങനെ ലക്ഷറിയിൽ നമ്മുടെ ശമ്പളം വെച്ചിട്ട്, നമ്മുടെ വരുമാനം വെച്ചിട്ട് എങ്ങനെ ലക്ഷറി ജീവിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതും അല്ലെങ്കിൽ ഉള്ള സമയം വെച്ച് തന്നെ എല്ലാത്തിനും സമയം കണ്ടുപിടിക്കുക, അതിനെപ്പറ്റി ഞാൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിൽ ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട്
കൺസൾട്ടേഷൻ ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നോക്കി അല്ലേ? ഈ വർഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ വർഷത്തെ കാര്യങ്ങൾ നമ്മൾ ജേർണൽ ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഒരു പോസിറ്റീവ് കാര്യം അത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഏതോ ഒരു ക്വസ്റ്റ്യനും മറുപടി തന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, ഇത് കൊള്ളാലോ, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇനി അതിനും മടിയാണെങ്കിൽ നിങ്ങളുടെ ഈ വർഷത്തെ സിനിമയുടെ പേര് അല്ലെങ്കിൽ സിനിമയുടെ ജോണർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കോമഡി സിനിമയായിരുന്നോ? ഓക്കെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. May God bless you all. Bye-bye.